ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കാലം കാത്തിരുന്ന രക്ഷകൻ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ. ബേത്ലഹേമിലെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു സുന്ദര രാത്രിയുടെ സൗമ്യമായ നിശബ്ദതയിൽ പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ പുത്രനായി യേശുക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായി. ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് രാജാക്കന്മാരുടെ മഹത്വത്തോടെ ആയിരുന്നില്ല, മറിച്ച് ഒരു ശിശുവിൻ്റെ വിനയത്തോടുകൂടിയായിരുന്നു. ദൈവസ്നേഹത്തിന് അതിരുകളില്ല എന്ന് യേശുവിൻ്റെ ജനനം സാക്ഷ്യപ്പെടുത്തി. എമ്മാനുവേൽ എന്ന അവിടുത്തെ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ദൂരെയുള്ള ഒരു ദർശകനല്ല, മറിച്ച് നമ്മോടൊപ്പം നടക്കുകയും നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുകയും ചെയ്യുന്നവനാണ്. ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ താഴ്വരയിലൂടെയാണ് നാം നടക്കുന്നതെങ്കിലും രക്ഷകനായ യേശു കൂടെയുണ്ടെങ്കിൽ നാം ഒന്നും ഭയപ്പെടേണ്ട. ഇതിനേക്കാൾ വിലയുള്ള ഒരു സമ്മാനവും നമുക്ക് ലഭിക്കുവാനില്ല. ആട്ടിടയന്മാർക്ക് നൽകിയ മംഗള സന്ദേശത്തിൻ്റെ അവസാനം ദൈവദൂതഗണങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പാടിയ ഗീതകം. ആ സന്ദേശം ഇതായിരുന്നു: ഇതാ, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള തങ്ങളുടെ യാത്രാമധ്യേ ദൈവത്തിൻ്റെ സൃഷ്ടിയായ കാളക്കുട്ടിയെ സ്വർണത്താൽ നിർമ്മിച്ച് അതിനെ ആരാധിച്ചു. മിണ്ടാപ്രാണിയെയാണ് അവർ ദൈവമായി ആരാധിച്ചത്. എന്നാൽ രക്ഷകൻ പിറന്നപ്പോൾ കാലിത്തൊഴുത്തിലെത്തിയ പ്രവാസികൾ തങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിച്ചു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ തൊഴുത്തുമറിയുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല. അവൻ തൻ്റെ സ്വജനത്തിൻ്റെ അടുത്തിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തേടി വരുന്ന ദൈവത്തെ നിരസിക്കരുത് എന്ന് ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം വസിക്കുന്നിടം ദേവാലയമാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് പിറന്നു വീണ പുൽക്കൂട് ഒരു ദേവാലയമായി മാറി. എല്ലാറ്റിൻ്റെയും ഉടയവനായവൻ ഒന്നുമില്ലാത്തവനായി മൃഗങ്ങളുടെ ഇടയിൽ കാലിത്തൊഴുത്തിൽ പിറന്നു വീണു. ദൈവത്തിൻ്റെ യഥാർത്ഥ തേജസ് ദർശിച്ചവരായ വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ആ ദർശനം ലഭിച്ച യെശയ്യാ പ്രവാചകൻ തൻ്റെ നിസ്സാരതയോർത്ത് വിലപിക്കുന്നു. താബോറിൽ അവിടുത്തെ ദിവ്യരൂപം ദർശിച്ച ശിഷ്യന്മാർ സമനില തെറ്റിയവരെ പോലെയായി. അവൻ്റെ ഉദ്ധാനത്തിന് സാക്ഷികളായി കാവൽക്കാർ മരിച്ചവരെ പോലെയായി. അവിടുത്തെ പ്രകാശം കണ്ണിൽ പതിച്ച സാവൂൾ 3 ദിവസം അന്ധനായി തീർന്നു. ഇത്രയേറെ പ്രത്യേകതകളുള്ള സർവശക്തനായ ദൈവം നിസ്സഹായനായ ഒരു ശിശുവായി എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനായി പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക് ഇറങ്ങി വന്നു. കൊട്ടാരങ്ങൾ അവിടത്തേക്ക് അപ്രാപ്യമായിരുന്നില്ല, പട്ടുവസ്ത്രങ്ങൾ അവിടത്തേക്ക് നിഷിദ്ധവുമായിരുന്നില്ല. പക്ഷേ അവിടത്തെക്കുറിച്ചുള്ള അടയാളം പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു എന്നതായിരുന്നു. സൃഷ്ടാവായ ദൈവം നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നവനായി മാറി. ലാളിത്യമാണ് ദൈവദർശനത്തിലേക്കുള്ള ആദ്യപടി എന്ന് പുൽക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുൽക്കൂട്ടിലെ സന്ദർശകർ 2 ഗണത്തിൽപ്പെട്ടവരായിരുന്നു. ഒന്നാമത്തേത് അജ്ഞാനികളും സാധാരണക്കാരുമായിരുന്ന ആട്ടിടയന്മാർ. രണ്ടാമത്തേത് ജ്ഞാനികളും കുലീനരുമായിരുന്ന പുണ്യരാജാക്കന്മാർ. ആട്ടിടയന്മാർ ലാളിത്യത്തിൻ്റെ ഭാവമായിരുന്നു. പുണ്യരാജാക്കന്മാർ ലാളിത്യത്തിൻ്റെ പുൽക്കൂട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അവർ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നവരായിരുന്നു. യഥാർത്ഥ ജ്ഞാനം എന്നത് ദൈവത്തെ തേടി കണ്ടെത്തുക എന്നുള്ളതാണ്. പണ്ഡിതനായാലും പാമരനായാലും ദൈവത്തെ കണ്ടെത്തി അനുഭവിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്. പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന ഇടയന്മാരും യഥാർത്ഥമായ സമാധാനം അനുഭവിച്ചിട്ടുള്ളവരായിട്ടാണ് മടങ്ങുക. പുൽക്കൂട്ടിലേക്ക് വന്ന ജ്ഞാനികൾ വന്ന വഴിയെ മടങ്ങാതെ പുതിയ വഴിയെ തേടി പോകുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ പഴയ ജീവിതശൈലി ഉപേക്ഷിച്ച് പുതിയ വ്യക്തിയായി തീരുന്നു. പുൽക്കൂട് ഒരു ശാശ്വത ഭവനമായിരുന്നില്ല, തിരക്കൊഴിഞ്ഞ പുൽക്കൂട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. രക്ഷകനെ തേടി ഞാനും ഓടിയെത്തണമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ.
പുൽക്കൂട് 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, അത് ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന ഇടമാണ്. രണ്ടാമത്തേത്, നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് എത്തിക്കുക. മൂന്നാമത്തേത്, ദൈവിക പ്രകാശത്തിൽ ചുറ്റുപാടുകളെ വീക്ഷിക്കുക. ഈ ക്രിസ്തുമസ് ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജീവിതത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ദിനാശംസകൾ.